പോർച്ചുഗീസുകാർക്കും പെണ്ണാറിനെ കുറിച്ചാണ് പറഞ്ഞത്. പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും ഏറ്റവും കൂടുതൽ കുരുമുളക് കൊടുത്തുകൊണ്ടിരുന്നത് വടക്കൻകൂർ രാജ്യമാണ്. വടക്കൻകൂർ എന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് വരുമായിരുന്നു? കോട്ടയം തൊട്ട് വരും? ഇല്ല, കോട്ടയം തെക്കൻകൂറ. കോട്ടയം തെക്കൻകൂർ, വടക്കൻകൂർ കടുത്തുരുത്തി. വടക്കൻകൂറിന് ഇപ്പൊ ഈ വടക്കൻകൂറിലന്ന് കൃഷിയുണ്ടോ അതോ വനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നോ? കിഴക്കൻ ഏരിയയിൽ കൃഷി ഉണ്ടായിരുന്നു. ഈ കുരുമുളക് കൃഷിയായിരുന്നു പ്രധാനം. ഏത് വടക്കൻകൂറിലോ? തെക്കൻകൂറിലോ? തൊടുപുഴ, കാരിക്കോട് പ്രദേശങ്ങൾക്ക്. തെക്കൻകൂറിലോ? തെക്കൻകൂറിന് അത് തന്നെയായിരുന്നു. ഇവിടെ ഒരു കാലത്ത് കേരളം തന്നെ അറിയപ്പെട്ടിരുന്നത് കുരുമുളക് നാടെന്നാണ്. ആ കുരുമുളകിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകൾ വന്നുകൊണ്ടത്. എന്ന് മാത്രമല്ല, പോർച്ചുഗീസുകാര് ഈ വടക്കൻകൂറിന് കൊടുത്ത പേരും പിമന്റോ, കുരുമുളക് എന്നാണ് പോർച്ചുഗീസ് ഭാഷയിൽ അതിന്റെ അർത്ഥം. പിമന്റോ. പിമന്റോ. അവരാണ് ഇവിടെ കുരുമുളക് കയറ്റി കൊണ്ടുപോയത്. പക്ഷെ വടക്കൻകൂറിന് ഈ തീരപ്രദേശത്തെങ്ങും സ്ഥലമില്ലാത്തതിന് മൂലം നേരെ കടുത്തുരുത്തി ശേഖരിക്കുന്ന കുരുമുളക് നേരെ പടിഞ്ഞാറ് വന്ന് കടുത്തുരുത്തി. അപ്പൊ അന്ന് വള്ളങ്ങളൊക്കെ അടുക്കുന്ന സ്ഥലമായിരുന്നു. തുരുത്തായിരുന്നു. കടുത്തുരുത്തി. പിന്നെ 1599 മെനേസിസ് മെത്രാപ്പോലീത്ത ഷിപ്പ് വഴി കടുത്തുരുത്തി ഇറങ്ങിയെന്നാണ് അയാൾ ഡയറി പറയുന്നത്. അതെ, കപ്പൽ എന്നൊക്കെ പറയുന്നത് ചെറിയ അല്ലെങ്കിൽ വലിയ വള്ളം വായിരിക്കും. എന്നിട്ട് അതിനു വേണ്ടി അവർ കായലിലേക്ക് പ്രവേശിക്കണമെന്ന് ഇവിടെ വെച്ചാണ്. അതിനു വേണ്ടിയിട്ട് വള്ളങ്ങളവിടെ കെട്ടിക്കിടക്കണം. കായലിൽ അന്തരീക്ഷം നന്നായെങ്കിൽ മാത്രമേ അവർ കായലിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഗോഡൗൺ പോലെ വെച്ചുകാരുണ്ടാക്കി. വെച്ചുകാരെ ഒരു ഗോഡൗൺ ഇവിടെ ഉണ്ടായി. ആ ഗോഡൗൺ അവരുടെ സാധനങ്ങൾ കുരുമുളക് സൂക്ഷിച്ച് അത് സൂക്ഷിക്കാൻ വേണ്ടി പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ക്യാപ്റ്റൻ ഒക്കെ ഇതിലുണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് ഇതൊക്കെ ഗവൺമെന്റ് കാലത്ത് മാറി. പിന്നെ മർത്താണ്ടാവുന്ന വന്നാണ് അത് അവസാനിപ്പിച്ചത്. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുപാട് സ്വർണ്ണം ഉണ്ടല്ലോ. ഈ സ്വർണം ആക്ച്വലി എവിടെ നിന്ന് കിട്ടുകയാണ്? നമ്മുടെ നാട്ടിലുണ്ടായതാണോ? വിദേശികൾ കച്ചവടം? സ്വർണ്ണമേ ഇല്ലല്ലോ. അപ്പൊ അത് എവിടെ നിന്ന് വന്നാണ്? വിദേശികളിൽ നിന്ന് കൊണ്ടുവന്നു. വിദേശികളിൽ നിന്ന് കുരുമുളകിന് വേണ്ടിയിട്ട് വാങ്ങി. അപ്പൊ മെയിനായിട്ട് ഈ കുരുമുളക് കൃഷിയിൽ നിന്നുള്ളതായിരുന്നു സ്വർണ്ണം. കുരുമുളകിന് പുറമെ പിന്നെ എന്താണ് ഉണ്ടായിരുന്നത്? അപ്പൊ ഈ സ്വർണം മുഴുവൻ വിദേശികളുടെ ആവാനാണ് വഴി? മുഴുവൻ. അതെ, നമ്മുടെ നാട്ടിലില്ലല്ലോ. കേരളത്തിലെ ഈ അടുത്ത കാലത്താണ് കോളാർക്കനിയൊക്കെ. അതിനൊക്കെ അധികം കുഴപ്പവും ഇല്ലതാണ്. എന്നിട്ട് ഈ സ്വർണം നമ്മൾ സൂക്ഷിച്ച് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ബുദ്ധമതക്കാരാണ്. അവരാണ് കൃഷിക്കാര്. അവര് കൃഷി ചെയ്യായിരുന്നു. ബുദ്ധമതക്കാർ കൃഷി ചെയ്യായിരുന്നു. അവർ കൃഷിയായിരുന്നു. കുളങ്ങളൊക്കെ അവർ കുഴിപ്പിച്ചാണ് അവർ. എന്നല്ലേ കുളങ്ങളൊക്കെ അവരുടെ കാലത്ത് അവരുണ്ടാക്കി. പാഠശാലകളാണ്. പാഠശാല എല്ലാം ഉണ്ടായി. പള്ളി ഉണ്ടായി, പാഠശാല ഉണ്ടായി. പള്ളിയൊക്കെ അവരുടെ പേര് തന്നെ അവരുടെ വാലി ഭാഷയിലാണ് പള്ളി എന്ന് പറയുന്നത്. ആ ബുദ്ധമതക്കാര് അത് മുഴുവൻ ബുദ്ധമത വികാരങ്ങളിലേക്ക് സംഭാവന കൊടുത്തു. ബുദ്ധമത വികാരങ്ങൾ പിന്നീട് ഹിന്ദുമത ക്ഷേത്രങ്ങളായിട്ട് മാറി. അപ്പോൾ ആ സ്വർണ്ണം മുഴുവൻ ഹിന്ദു ക്ഷേത്രങ്ങൾ. നമ്മളെ പെണ്ണാറിനെ കുറിച്ചാണ് പറഞ്ഞത്. പെണ്ണാർ എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ട് എവിടെ വരെയുള്ള നദിയായിരുന്നു? കടുത്തുരുത്തി വഴി കടുത്തുരുത്തി കൂടി ഇങ്ങോട്ട് ഒഴുകുന്നതാണ്. ഇവിടെ കായൽ വേമ്പനാട്ട് കായൽ വന്ന് ചേരും. അത് പിന്നെ എന്ത് പറ്റി ആ നദിക്ക്? ആ നദി വളരെ ചെറിയതായിട്ട് ആളുകൾ ഇത് സൈഡിലുണ്ടായിരുന്ന ആളുകളെല്ലാം നികത്തിയെടുത്തു. നമ്മളെ വരട്ടാറ് പോലെ, ചെങ്ങന്നൂരുള്ള വരട്ടാറ് പോലെ ആയിപ്പോയി. അത് പിന്നെ ഇവിടെ അന്ന് ഈ കായലില് വീതി കൂടുന്നത് കൂടിയ വലിയ നദി വന്ന് ഒഴുകുമ്പോഴാണ് കായലിന് വീതി കൂടുന്നത്. ശരി. ഇത് വളരെ ചെറിയതായതുകൊണ്ടാണ് ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലമാണ്. വെമ്പാട്ടുകായലിന്റെ ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലമാണ് ഇവിടെ. അങ്ങനെയാണ് ഇവിടെ തണ്ണീർമുക്കം ബണ്ട് പണിയാൻ കാരണമായത്. ഇത്രയും വീതി കുറഞ്ഞ കട എങ്ങുമില്ല. അത് ബണ്ട് മറ്റേ CPയുടെ ഐഡിയ ആണോ? ആരുടെ കാലമാണ് ബണ്ട് ഉണ്ടാകാൻ കാരണം? ആരാണ്? CP അല്ല, CPയുടെ കാലശേഷമോ? അതോ കാലശേഷമാണ്. നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണോ?
ഏത് എ ജെ ജോണിന്റെ ഏത് അല്ല പിന്നെ വി.കെ. കൃഷ്ണമേനോനാണ് കഥലിട്ടത്. അല്ല ഏത് മന്ത്രിസഭയുടെ കാലത്താ? എ ജെ ജോണിന്റെ ആ എ ജെ ജോണിന്റെ അല്ലല്ല സി കേശവന്റെ കാലത്ത്. സി കേശവൻ അന്ന് ആരൊക്കെയാ മന്ത്രിമാരൊക്കെയാണ്? സി കേശവന്റെ കൂടെ ടി കെ നാരായണപിള്ള, പിന്നെ മന്ത്രിയായിരുന്നു അല്ലേ? മുഖ്യമന്ത്രി അല്ല, മന്ത്രിയായിരുന്നു കാലം. പിന്നെ